ഹലോ, അഗൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അങ്ങനെ ഒത്തിരി കാലത്തിന് ശേഷം ഒരു പുതിയ ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒന്നും അല്ല, നമ്മളൊരു ചെറിയ ട്രിപ്പ് പോയിട്ടുണ്ടായി ക്രിസ്മസിന്റെ വെക്കേഷൻ തുടങ്ങുന്ന സമയത്ത്. ഒത്തിരി ദിവസമൊന്നുമില്ല, ഒരു ശനിയാഴ്ച പോയി ഞായറാഴ്ച വരുന്ന രീതിയിലുള്ള ഒരു ട്രിപ്പായിരുന്നു കേട്ടോ. ഈ ടൂർ പോകുന്നതിന് 3-4 ദിവസം മുന്നെയാണ് ഞാൻ അറിയണത് ഇങ്ങനെ പോകുന്നുണ്ട് എന്നുള്ള കാര്യം തന്നെ. ഏട്ടന് ബൈപ്പാസിന്റെ അടുത്ത് കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, അവര് തമ്മിൽ സെറ്റ് ആക്കിയിട്ടുള്ള ഒരു ടൂറായിരുന്നു. രണ്ടാളും വർക്കിംഗ് ആയത് കാരണം തന്നെ ഞങ്ങള് ശനിയാഴ്ച പോയിട്ടുണ്ടായത്. ഞങ്ങളുടെ മുന്നേ തന്നെ 2 ഫാമിലി ആദ്യം മുന്നേ പോയിട്ടുണ്ട്. എന്നോട് പറഞ്ഞിട്ടുണ്ടായത് നമ്മൾ പോയി വൈകുന്നേരമാണ് അടുത്ത 2 ഫാമിലി വരുന്നതാണ്. പക്ഷെ അവർ നമ്മൾ ഇറങ്ങിയൊരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവർ ഇറങ്ങിയിട്ടുണ്ട്. 9 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടായി. പക്ഷെ 10:30 ആയിട്ടോ ഇറങ്ങാനായിട്ട്. ട്രിപ്പ് പോകാൻ ഇഷ്ടമാണെങ്കിൽ വോമിറ്റിങ്ങിന്റെ നല്ല ടെൻഡൻസി ഉള്ള കാരണം എനിക്ക് പേടിയാണ് സത്യം പറഞ്ഞാൽ ട്രാവൽ ചെയ്യാനായിട്ട്. ആ കുട്ടിന് ചില നേരമൊന്നും വീഡിയോസ് എടുക്കുന്ന വലിയ താല്പര്യമില്ല. ആളെന്തായാലും അച്ഛനെ പോലെയാണ്, അങ്ങനെ ട്രാവൽ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടും കാര്യമൊന്നുമില്ല. ആൾക്ക് ഇഷ്ടമാണ് പോകാനായിട്ടും, അവനെ കൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. എനിക്കാണ് എന്താ പറയുക, ട്രാവൽ ചെയ്യുമ്പോൾ വലിയ ബുദ്ധിമുട്ട്. അപ്പോൾ ഏട്ടന് ചായ കുടിക്കണം എന്ന് പറഞ്ഞാൽ ചുരത്തിലുള്ള ഒരു ചായക്കടയിൽ നിർത്തിയാട്ടോ. ഞാൻ അങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ഒന്നും കഴിക്കൂല, വോമിറ്റ് ചെയ്യുമെന്നുള്ളൊരു പേടിനെ കൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ചൂടുവെള്ളം മാത്രമേ കുടിച്ചിട്ടുണ്ടായത്. പിന്നെ അവിടുന്ന് പെട്ടെന്ന് ഇറങ്ങി നമ്മൾ റിസോർട്ടിൽ ഉച്ചയാകുമ്പം ചെക്കിൻ ചെയ്യണം. നമ്മൾ ലഞ്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴേക്കും അവിടെ എത്തണമല്ലോ. അകുമോനെ കൊണ്ട് ഇതുപോലുള്ള കടയിൽ കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രശ്നം എന്താ വെച്ചാൽ അവൻ ചായയിലും കാപ്പിയിലേക്കും നല്ല അവൻ്റെ കണ്ണുള്ള മിഠായി ഒന്നാകെ വാങ്ങിക്കാനുള്ള തിരക്കായിരിക്കും. ഞങ്ങളത് കുടിക്കുമ്പോഴേക്കും ആള് അടുത്തുള്ള ഒരു കടയിൽ പോയി നന്നായി സിറപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നിട്ട്. അപ്പോൾ അവിടെ അതുപോലെ ഉപ്പിലിട്ടത് കണ്ടപ്പോൾ വാങ്ങിച്ചുകൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ പ്രതീക്ഷിച്ച അത്ര തണുപ്പും കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. ഉച്ചയായതുകൊണ്ടാണോ എന്ന് അറിയില്ല കേട്ടോ. ഇവിടുന്ന് പോകുന്ന തലേ ദിവസം തന്നെ എനിക്കും ഇതുപോലെ തൊണ്ടവേദനയൊക്കെ ഉണ്ടായിട്ടുണ്ടായി. അപ്പം മരുന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് കടയിൽ നിർത്തിയപ്പോൾ പിന്നെ അവിടുന്ന് അകുമോന് വേണ്ടതൊക്കെ സാധിച്ചെടുത്തിട്ട് കാര്യമായിട്ട് ഒരെണ്ണം മിസ്സായിട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നില്ല. നമ്മളിത് ചൂരൽമല റോഡാണ് കേട്ടോ. പെട്ടെന്ന് അത് കേട്ടപ്പോൾ ആ ഒരു ഉരുൾപൊട്ടലൊക്കെയാണ് ഓർമ്മ വന്നത്. അങ്ങനെ ഗൂഗിൾ മാപ്പ് ഒക്കെ ഇട്ട് ഒരു വിധത്തിൽ നമ്മൾ ഇവിടെ എത്തിയിട്ട് 3 ഫാമിലി ആദ്യം അവിടെ എത്തിയോണ്ട് തന്നെ നമുക്ക് ലൊക്കേഷൻ ഗ്രൂപ്പിൽ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് വെച്ചിട്ടാണ് പോയിട്ടുണ്ടായത്. റോഡിൽ ചെറുതായിട്ട് കൊണ്ടും കഴിയൊക്കെ കണ്ട അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ ആ റൂം എത്തിയിട്ടുണ്ട്. ലഗേജും കാര്യമൊക്കെ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ, 2 ദിവസത്തേക്കല്ലേ ഉള്ളൂ. അത് കാരണം ലഗേജും കാര്യമൊക്കെ വളരെ കുറച്ച് തന്നെ ഉള്ളൂ. നന്നായി വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഉച്ച ഒരു 1:30-2 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായത്. അതിലുള്ളൊരു ചേച്ചീൻ്റെ വീട് വയനാട് തന്നെയാണ്. അപ്പോൾ അവര് വീട് വരെ ഒന്ന് പോയിട്ടുണ്ട്. അപ്പോൾ അവര് വരുന്ന വഴി നമ്മൾ വാങ്ങിച്ചിട്ട് വരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. റൂമൊക്കെ അടിപൊളിയായിരുന്നു. കാര്യം അരുവിയുടെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് റിസോർട്ട് വരുന്നത്. ഇവിടെ പോയാലും ഞാൻ ഓടി പോവുക ബാൽക്കണിയിലേക്കാണ്, പുറത്തുനിന്നുള്ള ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞല്ലോ 3 ഫാമിലി ആദ്യം പോയിട്ടുണ്ടായിരുന്നു. അവർ ഇന്നലെ വെള്ളത്തെ കളിച്ച എല്ലാ ലക്ഷണവും അവിടെ കാണാനുണ്ട്. ഡ്രസ്സൊക്കെ ആ ബാൽക്കണിയിൽ വിരിച്ചിട്ട് കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്തായാലും അവർ ഇറങ്ങിയിട്ടുണ്ട്. 2nd ഫ്ലോറിലേക്കാണ് നമ്മൾ എൻട്രൻസ് വരുന്നത്. ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നാണ് നമ്മൾ ഫുഡ് കഴിക്കാനുള്ള ഏരിയയും ഒരു ചെറിയൊരു കിച്ചണൊക്കെ അവർ സെറ്റാക്കി തന്നിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയ ഉണ്ട്, പൂളും ഒക്കെ നമ്മൾ താഴ്ത്താ വരുന്നത്. അതിനായിട്ട് രാത്രിത്തേക്കുള്ള ഡിന്നറിന്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി വരുന്നുണ്ട്. ചിക്കൻ ഗ്രില്ല് ചെയ്യണം എന്നൊക്കെ പറയണ്ടായി. അങ്ങനെ പിന്നെ റൂമിൽ വന്നൊന്ന് ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചു. കുറച്ചധികം തന്നെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഗ്രൗണ്ട് ഫ്ലോർ ആയത് കാരണം തന്നെ ഒരു മൂടിക്കെട്ടി കാലാവസ്ഥ ഉണ്ട് കേട്ടോ. പൊതുവേ ഒരു ലൈറ്റിങ്ങിന്റെ നല്ല പ്രശ്നം ഉണ്ടായിരുന്നു. ഇതിനൊക്കെ നല്ല ക്ലാരിറ്റി കുറവുണ്ട്. അത് കാരണം അതുമ്പോൾ നല്ല ഹാപ്പി ആട്ടോ, കളിക്കാൻ ഒത്തിരി ആളുകളെ കിട്ടിയിട്ടുണ്ടായത്. അങ്ങനെ ഞങ്ങൾ എത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ സുമേഷേട്ടനൊക്കെ എത്തിയിട്ടുണ്ട്. കുട്ടികൾ അപ്പോഴേക്കും പൂളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. സനുവേട്ടൻ ഉണ്ട് അവിടെ. കുട്ടികൾ ഒറ്റയ്ക്കല്ല വിട്ടു. വെള്ളത്തിന് നല്ല തണുപ്പുണ്ട്, ഒരു രക്ഷയില്ല. അകുമൻ അതുകൊണ്ട് തന്നെ ഇറങ്ങാൻ അങ്ങനെ നോക്കി. കാര്യത്തിൽ എനിക്ക് അവനെ വലിയ ധൈര്യം ഇല്ലായിരുന്നു. വെള്ളം കണ്ടിട്ടുണ്ടെങ്കിൽ ആള് പിന്നെ ഇങ്ങോട്ട് കയറൂല. പക്ഷെ തണുപ്പ് കാരണം ആളെ ഇറങ്ങിയിട്ടില്ല. എന്റെ കണ്ണ് ഈ പൂളിലൊന്നും അല്ല കേട്ടോ, തൊട്ടടുത്തുള്ള അരുവിയിലേക്കാണ്. എങ്ങനെ അവിടേക്ക് ഒന്ന് പോകാൻ പറ്റുക നോക്കി. തലേ ദിവസം വന്നവരൊക്കെ രാവിലെ അവിടെ പോയിട്ടാ കുളിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടോ. വലിയ ആഴവും കാര്യമൊന്നും ഇല്ല, നല്ല വെള്ളം എന്നൊക്കെ പറയണ്ടായി. നമ്മളുടെ വീടിനടുത്തൊക്കെ ഈ പുഴയും കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു കൊതിയായിട്ട് ഇറങ്ങാനൊക്കെ വേണ്ടി. അങ്ങനെ പോകുന്നതിന് മുന്നേ ചിക്കൻ ഒന്ന് സെറ്റാക്കി വെക്കാന്ന് കരുതിയിട്ട് മസാലയൊക്കെ തേച്ച് വെക്കണം. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടൊക്കെ ഇറങ്ങണ്ടായി. പക്ഷെ കുളിക്കണമൊന്നുമില്ല, നാളെ കുളിക്കാന്നാ പറഞ്ഞിട്ട്. ഇരുടായിട്ടുണ്ട്, കുറച്ച് നേരം വൈകിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഒന്ന് പോയി ഇറങ്ങി വരാന്ന് കരുതി. അപർണേച്ചി ഞാനും കുറെ നേരം കൊണ്ട് അത് നോക്കി നിൽക്കുകയാണ് എപ്പോഴാന്ന് ഇറങ്ങാൻ പറ്റുക എന്നുള്ളത്. പക്ഷെ പാറേന്റെ ഉള്ളിൽ കൂടെ കുറച്ച് റിസ്ക് ആയിരുന്നുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ അങ്ങനെ വീഡിയോസ് എടുക്കാൻ നിന്നിട്ടില്ല. ഞാൻ വന്ന മുതലേ നോക്കുന്നുണ്ട് ഇത് എപ്പോഴും അതിലേക്കൊന്ന് ഇറങ്ങാൻ പറ്റുക എന്നുള്ളത്. അപർണേച്ചി അതുപോലെ നോക്കി നിൽക്കായിരുന്നു. അപ്പൊ ഒരു വിധത്തിൽ ഞങ്ങൾ ഇറങ്ങി പോകുന്ന ആണുങ്ങളൊന്നും വന്നിട്ടില്ല. വെള്ളത്തിൽ നല്ല തണുപ്പുണ്ട്, കാല് വെക്കുമ്പോഴേ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇറങ്ങിയാൽ കൊള്ളാന്നുണ്ട്, പക്ഷെ ആരും കൂട്ടിനില്ലാത്തതുകൊണ്ട് ഞാനൊന്ന് അടങ്ങി നിന്നതാണ്. പാറയുടെ മുകളിലൊക്കെ നല്ലോണം വഴുക്കുണ്ട്. നോക്കി നമ്മൾ മണ്ണ് ചവിട്ടിയിട്ടാണ് പോയിട്ടുണ്ട്. പാറയിൽ നല്ല വഴുക്കുണ്ട്. മണ്ണ് ചവിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും വീഴും. എല്ലാവരുടെ കയ്യിലും ഫോണുള്ളത് കാരണം എല്ലാവർക്കും പേടി കേട്ടോ. അവിടുന്ന് പിന്നെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കണ്ടായി ഏട്ടന്മാരൊക്കെ വന്നതിന്. ഈ വെള്ളം കണ്ടോടുകൂടി ഞാനങ്ങ് ഫ്ലാറ്റായി. എനിക്ക് എന്തോ ഒരു ഇഷ്ടമാണ് ഈ വെള്ളത്തെ കളിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് അധികം നേരം തന്നെ ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായി. മീനിനൊന്നും കാണുന്നില്ല, നല്ല വെള്ളമായിട്ട്, നല്ല തെളിഞ്ഞ വെള്ളം. ഞാൻ ആദ്യമായിട്ട് ഇത്ര അടുത്ത് ഇങ്ങനെ ഒരു അരുവിയിലൊക്കെ ഇരിക്കണം കേട്ടോ. നമ്മൾ വണ്ടിയിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇറങ്ങാനൊന്നും പറ്റിയിട്ടില്ല.
അതുകൊണ്ട് തന്നെ ഇത് കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ റിസോർട്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് വരുന്നത്. അക്കുമോൻ എന്തോ ഇത് കണ്ടപ്പോൾ കുറച്ച് പേടിയുള്ളവരോണ്ടൊന്ന് അടങ്ങിയിരുന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് കുറച്ച് നേരം ഒന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റിയിട്ടുണ്ട്. കാര്യം എല്ലാത്തിലും എന്തെങ്കിലുമൊക്കെ ഒരു വികൃതി കളിക്കുന്ന, പക്ഷെ ആൾക്ക് ഈ വെള്ളം കണ്ടപ്പോൾ ആൾക്ക് ഒരു പേടി എന്താണെന്നറിയില്ല. ഇങ്ങനെ ഒലിച്ചു പോണ വെള്ളമല്ലേ, അപ്പോൾ വെച്ചോടത്തിൽ ഇരിക്കുന്നുണ്ട് നല്ല അടങ്ങിയിട്ട്. പിന്നെ അത് ഏട്ടനൊക്കെ വരുന്നുണ്ട്. ആളോട് ഞാൻ ചെരുപ്പ് ഊരിടാൻ പറഞ്ഞ ചെരുപ്പ് ഊരിട്ടാണ്ട് ഒന്ന് വീണു കേട്ടോ. ആ വാച്ച് വെള്ളത്തിലൊന്നും അടുത്തായിട്ട് സുമേഷ് ചേട്ടനാ രംഗത്ത്. സുമേഷ് ചേട്ടൻ ഇതുപോലെ ചെരുപ്പൊന്നും ഇട്ടിട്ടില്ലായിരുന്നു, പക്ഷെ വീണു ഒന്നിട്ട് ഇവർ തിരക്കിട്ടിട്ടാ വരും. നമ്മളാ പേടിച്ച് നോക്കി വരുന്ന പോലെയല്ല, ഇവർക്ക് എന്തോ ധൃതിയുള്ള പോലെ വന്ന് ആളും ഇതുപോലെ ഒന്ന് വീണിട്ടുണ്ട്. രണ്ടാളും വീഴുന്ന എന്തായാലും വീഡിയോ കിട്ടിയിട്ടില്ല. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം കുളിക്കാൻ പോയിട്ടുണ്ടായത് ഈ ഒരു സ്ഥലത്തല്ല കേട്ടോ, കുറച്ച് അങ്ങോട്ട് പോയിട്ടുണ്ട്. കുറച്ച് നമ്മളൊരാളുടെ ആ ഒരു ആഴത്തിന് തന്നെ സ്ഥലമുണ്ട്, അവിടുന്ന് കുളിക്കാനൊക്കെ പറ്റുള്ളൂ. ഇവിടെ ജസ്റ്റ് കാല് വെച്ച് ഇരിക്കാനേ പറ്റുള്ളൂ, തീരെ അങ്ങനെ വെള്ളം ഒഴുകി പോണ സ്ഥലമാണ്. കുറച്ച് അങ്ങോട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നല്ല അത്യാവശ്യം ആഴമുള്ള സ്ഥലമുണ്ട്, അവിടെ പോയിട്ടാണ് കുളിച്ചിട്ടുണ്ടായത്. ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ഇരുടായതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചു. അങ്ങനെ പിന്നെ ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവർക്ക് സത്യം പറഞ്ഞാൽ വലിയ കാര്യമില്ല, അവർ രാവിലെ കുളിച്ചുകൊണ്ട് ആ ഒരു എന്താ പറയുക ത്രില്ല് പോയിട്ടുണ്ട്. ഞങ്ങൾക്കാണ് ഇത് ആദ്യമായിട്ട് കണ്ടപ്പോൾ ഒരു ആവേശം ഞങ്ങൾക്ക് തന്നെയേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പോരാൻ തുടങ്ങി, ഇരുടായി തുടങ്ങി. ആ റിസോർട്ടിലെത്തിയ സമയത്ത് വീണീച്ചും ശ്രുതിച്ചും പിന്നെ ഐശ്വര്യം കൂടി കാര്യമായിട്ട് ഗെയിമൊക്കെ സെറ്റ് ചെയ്യാണ്. അതും സത്യം പറഞ്ഞാൽ ട്രിപ്പിന് നല്ലൊരു വൈബ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഗെയിം വന്നിട്ട് നമ്മളെ കണ്ണ് കെട്ടിയിട്ട് ഹസ്ബൻഡിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്, കൈ തൊടണം. അങ്ങനെ എല്ലാവരും നിർത്തിയിട്ടുണ്ട്. അപർണേച്ചി കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, ആള് തെറ്റിച്ചിട്ടൊന്നുമില്ല. അതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിയിട്ടുണ്ടോ എന്ന് ചെറിയ ഡൗട്ട് ഉണ്ട്, പക്ഷെ നമുക്ക് മനസ്സിലാവുമല്ലോ മോതിരം വെച്ചിട്ടാണ് എന്താണെന്ന് അറിയില്ല. അങ്ങനെ എല്ലാവരും കുഴപ്പമില്ലാണ്ട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഒരു പേടി ഉണ്ടായിരുന്നു, ഇനി മാറി പറഞ്ഞു പോവോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. എല്ലാവരും കറക്റ്റായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായി. അത് കഴിഞ്ഞിട്ട് പിന്നെ കുട്ടികളുടെ ചെറിയ കസേരക്കളിയും പിന്നെ ബലൂൺ വെച്ചിട്ടുള്ളൊരു ഗെയിമൊക്കെ ഉണ്ടായിരുന്നു. ഇത് നല്ലൊരു ഗെയിമാണ്, നമ്മൾ ടി വിയിലൊക്കെ കാണുന്ന പോലെ ഒരു അടിപൊളി ഗെയിം കേട്ടോ. കാര്യം മാറിപ്പോവില്ലേ എന്നുള്ള ഒരു പേടി എല്ലാവർക്കും ഉണ്ട്, ഇനി മാറി പറഞ്ഞ് അത് പ്രശ്നമാവുമോ അങ്ങനെ. എന്തായാലും ഒരു ഇതിൽ അത് കഴിഞ്ഞു. പക്ഷെ അതിൽ ഒരാൾ ഇതുപോലെ ഏട്ടൻ്റെ കൈ പിടിച്ചിട്ട്, നീലേട്ടൻ്റെ കൈ പിടിച്ചിട്ട് ഇതാണെന്ന് പറയണ്ടായിട്ടോ. ആൾക്ക് തെറ്റിപ്പോയിട്ടുണ്ട്, ഇത് തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയണ്ടായി. പിന്നെ ഇത് തുറന്നപ്പോഴാണ് നമ്മൾ അടുത്തൊന്ന് പറയുകയും ചെയ്യുക, ഓക്കെ ആണ് കറക്റ്റ് ആണെന്നുള്ള രീതി പറഞ്ഞു കൊടുത്ത് അങ്ങനെ തെറ്റിപ്പോയിട്ടുണ്ടായി. അങ്ങനെ ആ ഒരു ഗെയിം കളിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളുടെ ആക്ഷൻ കാണിച്ചിട്ട് സിനിമാ പേരും അറിയുമല്ലോ, ആ ഒരു കളിന് പണിഷ്മെന്റ് കിട്ടിയതാട്ടോ. പുലിവാൽ കല്യാണത്തിന് ആള് പറഞ്ഞത് കൊട്ടാരം വീട്ടിൽ അപ്പുട്ടൻ എന്നാണ്. ഞാൻ അഭിനയിച്ചത് അത്ര മോശമായി പോയെന്ന് എനിക്ക് തന്നെ അപ്പം തോന്നിപ്പോയി. ഒരു ബന്ധമില്ലാത്തൊരു പേരാ പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ ആൾക്ക് ഇതുപോലെ നമ്മൾ ലോട്ടിട്ട് എടുക്കും കേട്ടോ, പണിഷ്മെന്റും കാര്യമൊക്കെ അതൊക്കെ അവർ എഴുതി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ സുമേഷ് ചേട്ടൻ വരുമ്പോൾ കേക്ക് മേടിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായി, രാത്രി കട്ട് ചെയ്യുക, ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ അല്ല, അപ്പോൾ ചെറിയൊരു കേക്ക് കട്ട് ചെയ്യാനുണ്ട്. കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി അടിയായിരുന്നു കേട്ടോ, ഒക്കെ കുട്ടിപ്പട്ടാളങ്ങളല്ലേ, ഒന്നിനും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ മനസ്സിലാവില്ല. അകുമോൻ കാര്യമായിട്ട് അതിന് കട്ട് ചെയ്യണമെന്നും പറഞ്ഞ് നിന്നിട്ടുണ്ടായി. പിന്നെ ഒരു വിധത്തിൽ പിന്നെ ആളൊന്ന് അടങ്ങിയിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ചിട്ട് കേട്ടോ കേക്ക് കട്ട് ചെയ്യാനായിട്ട് വന്നിട്ടുള്ള, അതൊന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. അത് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ആ റിസോർട്ടിൽ അവർ തന്നെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് അതിലേക്കൊന്നും പോകേണ്ടിയിരുന്നു, ജസ്റ്റ് ഒന്ന് മാഗ്നറ്റ് ചെയ്ത് വെച്ച് കൊടുത്തതെന്നല്ലാണ്ട് നമ്മളെ ഗെയിമിലും കാര്യത്തിലൊക്കെ തന്നെയായിരുന്നു. കുറച്ച് കാലത്തിന് ശേഷം മൈൻഡൊന്ന് റിലാക്സ് ആയിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു. എണീച്ചയാണ് കേക്കൊക്കെ കട്ട് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കണുണ്ടായത്. ആളും ഐശ്വര്യം ഇതുപോലെ ഭയങ്കര ആക്റ്റീവാണ് രണ്ടാളും. ബാക്കി ഞങ്ങൾ 4 പേര് അവർ പറയുന്നൊക്കെ നമ്മൾ സെറ്റാക്കി ചെയ്ത് കൊടുക്കുന്നുണ്ട്, അല്ലാണ്ട് അവരാണ് എല്ലാം കോർഡിനേറ്റ് ചെയ്ത് ചെയ്യുന്നത്. അങ്ങനെ പിന്നെ ഓരോരുത്തർ കുട്ടികളും എല്ലാം ഉറക്കിയിട്ട് പിന്നെ താഴോട്ട് പോകാന്നുള്ള പരിപാടി ഇരുന്നിട്ട്, പക്ഷെ അഗുമോൻ ഉറങ്ങിയില്ല. ബാക്കി ഒരുവിധം എല്ലാവരും ഉറങ്ങി വരുന്നുണ്ട്. അഗുമോൻ ഇതുപോലെ പോകുന്ന വഴിക്ക് ചെറുതായിട്ട് ജലദോഷം കാര്യമൊക്കെ ഉണ്ടായത് തന്നെ പിന്നെ എന്നെ വിട്ട് പോകുന്നില്ല. ഏട്ടനും പിന്നെ റൂം പോയി കിടക്കുണ്ടായി, പക്ഷെ എല്ലാവരും ഒന്നും കിടന്നിട്ടില്ലായിരുന്നു കേട്ടോ. അവനെ ഉറക്കിയിട്ട് പോകാന്നൊക്കെ കരുതിയിട്ടുണ്ടായി, പക്ഷെ അവൻ ഉറങ്ങുന്നില്ല. അങ്ങനെ പിന്നെ ഞാൻ പോയതും ഉണ്ടായില്ല. രാവിലെ എണീറ്റപ്പോഴുള്ള വൈബാണിത്. ഓരോരുത്തരായിട്ട് എണീറ്റ് വരുന്നതേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഏട്ടൻ പറഞ്ഞു നമുക്കൊന്ന് പോയി ചായ കുടിച്ചിട്ട് വരാൻ. കാര്യം അവരൊക്കെ ഇന്നലെ 3:30 4 മണിയൊക്കെ ആയിട്ടുണ്ട് കിടക്കാനായിട്ട്. ഞങ്ങൾ പിന്നെ അതിന് മുന്നേ കിടന്നിട്ടുണ്ടായി. ഇടയ്ക്ക് വെച്ച് കറണ്ട് പോയിട്ട് അപ്പോൾ ഒന്ന് ആകുമ്പോൾ എണീറ്റിട്ടുണ്ടായിനി, വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല വേഗം. അപ്പോൾ നമ്മളെ വേഗം ഞാൻ പിന്നെ കിടക്കുമ്പോഴേ വിചാരിച്ചിട്ടുണ്ടായി രാവിലെ എണീറ്റ് കുറച്ച് നേരത്തെ എണീറ്റ് കുറച്ച് വീഡിയോസ് എടുക്കണം എന്നുള്ളത്, വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ളതല്ല. അപ്പം കുറച്ചൊരു എന്താ പറയുക, നമ്മൾ ബാൽക്കണിയിലെ വീഡിയോസൊക്കെ എടുക്കണം എന്ന് കരുതിയിട്ടുണ്ടായി. അപ്പോൾ അത് കണ്ടപ്പോൾ പിന്നെ ഏട്ടനും എണീറ്റു. അങ്ങനെ പിന്നെ ഞങ്ങളൊന്ന് ചായ കുടിച്ചിട്ട് വരാമെന്ന് കരുതി. ഇവിടെ ചായ കുടിക്കാൻ വേണ്ടി ഞാനൊരു കടയിൽ കയറി, വനിതാമസ് എന്നും പറഞ്ഞിട്ട്. അപ്പം ഇറങ്ങാൻ നേരത്തെ ആ കുട്ടീനോട് ചോദിക്കേണ്ടായത് നമ്മൾ ആ ഒരു ഉരുൾപൊട്ടലിൻ്റെ. അപ്പം നോക്കുമ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട ആളാട്ടോ, ഒരു ചെറിയ കുട്ടി അവിടെ ഉണ്ടായിരുന്നു. ആ ഒരു കുട്ടിയും ആളുടെ കുഞ്ഞല്ല, ഒരു ചെറിയൊരു പെൺകുട്ടിയാണ്. ആളും ഇതുപോലെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് അച്ഛനും അമ്മയൊക്കെ പോയിട്ടുണ്ട്. അവരിപ്പോൾ വാടകയ്ക്ക് നിൽക്കുക മറ്റോന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അവിടെ അടുത്ത് തന്നെ ഒരു 15 കിലോമീറ്റർ അപ്പുറമാണ് ഈ സ്ഥലം വരുന്നത്. തലേ ദിവസം നമ്മൾ സെറ്റാക്കിയിട്ടൊക്കെ കിടന്നിട്ടുണ്ടായത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശരീരയിലേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ എനിക്ക് തിരക്ക് കൂട്ടാൻ തുടങ്ങി. ഞാൻ ഏട്ടനോട് പറഞ്ഞപ്പോൾ വേഗം പോകും, അവരൊക്കെ എഴുന്നേറ്റിട്ടുണ്ടാകും. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞാൻ പിന്നെ അങ്ങോട്ട് പോകണല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ പിന്നെ വേഗം അങ്ങോട്ടൊക്കെ ഇട്ടു. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം അവിടെ ആയിട്ടുണ്ടായില്ല. പുട്ടും കടലായിരുന്നു കേട്ടോ, അതൊക്കെ അവർ തന്നെ റിസോർട്ടിൽ തന്നെ തരുന്നുണ്ടായി. തലേ ദിവസം അവർക്ക് ദോശയും ചട്നിയൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ ചെന്നപ്പോൾ അവർ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ പിന്നെ കുറച്ച് നേരം അവിടെ തന്നെ നമ്മൾ ഇരുന്നു. ആ ഒരു കാര്യം ആണുങ്ങളൊന്നും എണീറ്റിട്ടില്ല, അവരും കൂടെ എണീറ്റിട്ട് പോകാമെന്നുള്ള രീതിയിലിരുന്നു. അവിടെ നെറ്റ്വർക്കിൻ്റെ നല്ല ഇഷ്യൂ ഉണ്ട്, റേഞ്ചിന് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അവർ വൈഫൈ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, എന്നാലും നമ്മൾ പുറത്ത് നേരത്തെ കടയിൽ പോയ സമയത്ത് GPay ചെയ്യാനൊക്കെ നല്ല ബുദ്ധിമുട്ടി കേട്ടോ. അങ്ങനെ ചെറുതായിട്ട് വെയിലൊക്കെ ആയി വരുന്നുണ്ട്. പക്ഷെ തണുപ്പ് അങ്ങനെ ഇല്ല, ചൂട് അങ്ങനെ ഇല്ല. തണുപ്പുള്ളത് കാരണം ആ വെയിലൊന്നും അങ്ങനെ കാര്യമായിട്ട് ഏൽക്കുന്നില്ല. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അധികം തണുപ്പല്ല, അധികം ചൂടല്ല. അത് രാത്രി അതിന് വേണ്ടി നല്ല തണുപ്പുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എല്ലാവരും എത്തിയതിനു ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, അരുവിയിലൊക്കെ പോയി കുളിച്ചു. അത് കഴിഞ്ഞ് പൂളിലും കുറച്ച് നേരം വന്നിരുന്നു. അന്ന് പിന്നെ വീഡിയോസ് എടുത്തില്ല. യൂട്യൂബ് ചാനൽ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ പോയപ്പോൾ തുടങ്ങിയിട്ടുണ്ട് എൻ്റെ കളിയൊക്കെ വേണ്ടിയിട്ട് വീഡിയോസ് എടുക്കുമ്പോൾ തന്നെ. സത്യം പറഞ്ഞാൽ ഇന്നലെ പോയ മുതൽ ആരും ഫോട്ടോസ് ഒന്നും അങ്ങനെ കാര്യമായിട്ട് എടുത്തിട്ടുണ്ടായില്ല, കപ്പിൾ ഫോട്ടോസ് ഒന്നും എടുത്തിട്ടില്ല. അങ്ങനെ പിന്നെ നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടി ബാഗൊക്കെ പാക്ക് ചെയ്ത് വന്നതാണ്. അപ്പോൾ എല്ലാവരും പിന്നെ ഫോട്ടോസൊക്കെ എടുക്കണം എന്ന് പറയുണ്ടായി. പക്ഷെ ഒന്നിനൊന്നും കിട്ടുന്നില്ല. ഒരാളെ അങ്ങോട്ട് വിളിക്കുമ്പോൾ ഒരാളിങ്ങോട്ട് പോകും. എല്ലാവരും ചെറുതായത് കാരണം കുട്ടികൾ അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ സെറ്റാക്കി ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. മോനെ ഈ പറഞ്ഞ പോലെയാണ്, വീഡിയോസിലൊന്നും അവനെ കിട്ടുമല്ലോ, അവന് കളിക്കാനുള്ള ധൃതിയാണ്. ഇവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് തന്നെ കേട്ടോ. നമ്മൾ വേറെ എവിടേക്കൊന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായില്ലേ. ആ കാര്യമായിട്ട് ഇവിടെ റിസോർട്ടിൽ ഒരു ദിവസം സ്റ്റേ ചെയ്യുക, ആ ഒരു പ്ലാനേ ഉണ്ടായിട്ടുണ്ടായുള്ളൂ. പിന്നെ നമ്മളുടെ കൂട്ടത്തിലുള്ള ഒരു ഏട്ടന് ഇതുപോലെ റിസോർട്ട് ഉണ്ട് വയനാട്ടിൽ. അതിൻ്റെ ഫുള്ള് പണിയൊന്നും കഴിഞ്ഞിട്ടില്ല, അത് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വരുന്ന വഴിക്ക് അവിടെ നിന്ന് കയറണമെന്നുണ്ട്. അല്ലാത്ത പക്ഷം വേറെ പ്ലാനിങ് ഒന്നുമില്ല, വേഗം നാട്ടിലേക്ക് വിടാന്നുള്ള രീതിയിൽ തന്നെയാണ് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം അവിടുന്ന് ചെക്കൗട്ട് ചെയ്തു. നമ്മളോട് ഒരു 12 മണിയൊക്കെ ആകുമ്പം ചെക്കൗട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പിന്നെ 1 മണി 1:30 ആയിട്ടുണ്ട് കേട്ടോ. അടുത്ത പരിപാടി ഒന്ന് ലഞ്ച് കഴിക്കണം. അപ്പോൾ അതിനുള്ള സ്ഥലമൊക്കെ സെറ്റാക്കി പറയുക കേട്ടോ. നന്നായിട്ട് എൻജോയ് ചെയ്ത്. അപ്പം നമ്മൾ അടുത്ത ട്രിപ്പും കൂടെ പ്ലാൻ ചെയ്യാനുള്ളൊരു മൈൻഡിലാട്ടോ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായത്. ഇത്രയൊരു നല്ല രസമായിട്ട് പോയിട്ടുണ്ടായില്ല, അങ്ങനെ ഒരു മൈൻഡിൽ നിൽക്കുന്നൊരു നല്ലൊരു ട്രിപ്പായിരുന്നു. ചട്ടിച്ചോറ് കുഴപ്പമില്ല കേട്ടോ. നമ്മൾ അന്ന് ഗുരുവായൂരിൽ പോയി വരുന്ന വഴിക്ക് നമ്മൾ എവിടുന്ന എനിക്ക് കറക്റ്റ് സ്ഥലം ഓർമ്മയില്ല, അടിപൊളിയായിരുന്നു അത്. പക്ഷെ ഇത് വെച്ച് നോക്കുമ്പോൾ റേറ്റും കുറവായിരുന്നു, കുറച്ചും കൂടിയൊക്കെ ഉള്ളതുപോലെ തോന്നിയിട്ട് എനിക്ക് നമ്മുടെ ഐറ്റംസ്. അകുമ പിന്നെ ബിരിയാണിയാണ് പറഞ്ഞിട്ടുണ്ടായത്. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡ് വേഗം കഴിച്ചിറങ്ങി. നമ്മളിതിന് മുന്നേ പറഞ്ഞ റിസോർട്ടിലേക്ക് പോവുകയാണ്. അവിടുന്ന് പിന്നെ വലിയ ദൂരമൊന്നും ഉണ്ടായിട്ടില്ല. ഈ ബുദ്ധൻ്റെ മയിൽപ്പീലി ഇനി കാണുമല്ലോ, അത് ഇനി വഴിയെ കാണാം കേട്ടോ. മയിൽപ്പീലി പിന്നെ പോകുമ്പോൾ അവിടെ ഇല്ല കേട്ടോ. അത് നല്ലൊരു റിസോർട്ടായിരുന്നു കേട്ടോ. അതിൻ്റെ പണി എടുത്തുകൊണ്ടിരിക്കണേ ഉള്ളൂ. ഉള്ളിലൊക്കെ സെറ്റാണെങ്കിൽ പുറത്ത് പൂളിൻ്റെ അങ്ങനെ എന്തൊക്കെയോ കുറച്ച് പണികളൊക്കെ ഉണ്ട്. ഏട്ടൻ വന്ന പാടെ കയറി കിടന്നിട്ട് ആൾക്ക് മൂക്കടഞ്ഞിട്ടും ആൾ പ്രശ്നമായിട്ടുണ്ട്. ഇനിയിപ്പോൾ നാട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ പനിയാണ്, ഇപ്പോൾ ആൾക്ക് 2 ദിവസമായിട്ട് പനിയാണ്. അപ്പോൾ ലാലേട്ടൻ വരുന്ന വഴിക്ക് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നിട്ടുണ്ടായത്, ഐശ്വര്യം കൂടെ. അപ്പോൾ അതൊക്കെ കുട്ടികൾക്ക് കൊടുക്കുകയാണ്. കുറച്ച് നേരം പിന്നെ അവിടെ നമ്മളിരുന്ന് കുട്ടികൾക്ക് കഞ്ഞി കൊടുക്കാനൊക്കെ കൊടുത്തിട്ടൊക്കെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായത്. അങ്ങനെ പിന്നെ നമ്മൾ വൈകുന്നേരത്ത് ചായയൊക്കെ കുടിച്ചതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങാനുള്ള പരിപാടി. ഇനിയിപ്പോൾ ഇനി നാട്ടിലേക്ക് പോകണം, വേറെ എവിടേക്കൊന്നുമില്ല. ഇരുടായി തുടങ്ങി, നാട്ടിലെത്തണമല്ലോ. അദ്ദേഹത്തിൻ്റെ മേലെ ഒരു ചെറിയൊരു വേറൊരു എന്താ പറയുക, അതിൽ ഞാൻ കയറി നോക്കിയില്ല. ഞാൻ സത്യം പറഞ്ഞ് ടയേർഡായിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് കയറി നോക്കിയില്ല. കണ്ട പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് അവിടുത്തെ സാധനങ്ങളും കാര്യമൊക്കെ ഉണ്ട് തൊട്ടടുത്ത്. അങ്ങനെ അവിടുത്തെ മയിൽപ്പീലി അത് വെയിൽ കൊണ്ടിട്ട് ഒഴിഞ്ഞു പോകുന്നതാണ് കാരണം ഐശ്വര്യനോട് വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞിട്ടുണ്ടായെന്ന് തോന്നുന്നു. അത് അവളതെല്ലാവർക്കും അത് വിതരണം ചെയ്യുകയും ചെയ്തു. അത് വെച്ച് കളിയായി പിന്നെ കുട്ടികൾ കേട്ടോ. അത് അട്ടപ്പാടിന്നോ മറ്റോ കൊണ്ടുവന്നാ പറഞ്ഞിട്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. പിന്നെ നമ്മളുടെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവാണ്. പിന്നെ കാര്യമായിട്ട് പരിപാടിയൊന്നും ഉണ്ടായിട്ടില്ല. ഇതാണ് ഐശ്വര്യം ലാലേട്ടനെ വെറുതായിട്ടോ റിസോർട്ട് അവിടേക്കാണ് വന്നിട്ടുണ്ടായത്. അങ്ങനെ കുട്ടിക്ക് നമ്മൾ ഫുഡും കാര്യമൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ മെല്ലെ ഇവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ.